മാന്യ സദസ്സിന് വന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ. ഈ കൊച്ചു പ്രസംഗം വായനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. PN പണിക്കർ എന്ന ചെറുനാമത്തിൽ പ്രസിദ്ധനായ പുതുവായി നാരായണ പണിക്കർ എന്ന ഗുരുനാഥന്റെ ഓർമ്മകളിലാണ് നാം വായനാ ദിനം കൊണ്ടാടുന്നത്. അതിനൊരു കാരണവുമുണ്ട്. വായനയുടെ വസന്തത്തിലേക്ക് മാലോകരെ കൈപിടിച്ചുയർത്തിയ ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളോ ടെലിഫോൺ സംവിധാനങ്ങളോ ഭക്ഷണ ലഭ്യതയോ ഇല്ലാത്ത കാലത്ത് സമൂഹത്തിന്റെ കളിയാക്കലുകൾ അവഗണിച്ച് കാൽനടയായി നടന്ന് കിട്ടുന്നിടത്തു നിന്നെല്ലാം പത്രങ്ങളും പുസ്തകങ്ങളുമായി കാട്ടിലുള്ള മനുഷ്യരെ പോലും വായിക്കാൻ പ്രേരിപ്പിച്ച മഹാമനുഷ്യന്റെ പേരാണ് PN പണിക്കർ. നാം നെഞ്ചിൽ കൊത്തിവെക്കേണ്ട പേരാണത്. 1909 ജൂലൈ 17 ആലപ്പുഴയിലെ നേലംപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. 50ഓളം കുഞ്ഞു പുസ്തകങ്ങളുമായി ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുകയും ആളുകൾക്കിടയിൽ വായനയുടെ പ്രാധാന്യം വിളംബരം ചെയ്യുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ലോകത്ത് പലതരം വായനാ ഉപാധികളുണ്ട്. പുസ്തകങ്ങളായും ഇ-ബുക്കുകളായും നമ്മുടെ കൺമുന്നിൽ എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. എന്നിട്ടും വായന മരിക്കുന്നു എന്ന് പ്രസംഗിക്കാനല്ലാതെ ഒരു പുസ്തകം പോലും നമുക്ക് തുറന്നു വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതല്ലേ സത്യം. വായനയില്ലാതെ വിജ്ഞാനമോ, വിജ്ഞാനമില്ലാതെ വിവേകമോ, വിവേകമില്ലാതെ അറിവോ സാധ്യമല്ല. ഈ മനോഹര ദിവസത്തിൽ നാം പുസ്തകം കൈകളിലേന്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു.